ഈശംസിഹാക്കി സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഡോൺ ബോസ്കോയും ജപമാലയും തമ്മിലുള്ള ബന്ധം. വിശുദ്ധ ഡോൺ ബോസ്കോ കുട്ടികളുടെ കൂടെയായിരുന്നു പലപ്പോഴും. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ കുട്ടികളെ ജപമാല ചൊല്ലാനായിട്ട് ഒരുപാട് നേരം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോ കുട്ടികളോട് പറയുമായിരുന്നു, കുട്ടികളെ, ജപമാലയാണ് മാതാവിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയെന്ന്. അവളോടൊപ്പം പ്രാർത്ഥിച്ചാൽ യേശുവിനെ കാണാനായിട്ട് സാധിക്കുമെന്ന്. കുട്ടികൾ പല പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും കയ്യിൽ ജപമാല കൊടുത്ത് പറഞ്ഞയക്കും. എന്നിട്ട് പറയും, ജപമാല ചൊല്ലണം. എപ്പോഴും ജപമാല ചൊല്ലിയിട്ട് വേണം രാത്രി കിടക്കുവാനും രാവിലെ ഉണരുവാനുമായിട്ട്. നിങ്ങൾ എത്രമാത്രം തീഷ്ണതയോടെ ജപമാല ചൊല്ലുന്നുവോ അത്രമാത്രം തീഷ്ണതയോടെ പരിശുദ്ധ അമ്മ നിങ്ങളെ കാത്തു പരിപാലിക്കുമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ.